ഫാമിലി ബിസിനസ് ജോയിൻ ചെയ്യുമ്പോൾ വർക്ക് ലൈഫ് ഈസി ആണോ ഡിഫിക്കൽട്ട് ആണോ എന്താ എൻ്റെ അഭിപ്രായം? അത് ആക്ച്വലി ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ എന്നോട് വെച്ചാൽ ഞാൻ പറയാം അതൊരു ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ പാരൻസിൻ്റെ ജനറേഷനും നമ്മുടെ ജനറേഷനും തമ്മിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ട്, ഒരു ലെങ്തി ഡിഫറൻസ് ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ് ഈ ഐഡിയോളജിയിൽ വരുന്നൊരു ഡിഫറൻസ്. ഇത് രണ്ടും കൂടി നല്ല കണക്ക് കോൺഫ്ലിക്റ്റ് ആവും. ഈ കോൺഫ്ലിക്റ്റ് ആവുന്ന സമയത്ത് ഇപ്പോൾ മൂപ്പരുടേതായിട്ടുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവും, മൂപ്പരുടേതായിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ടാവും. ബട്ട് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടെക്നോളജി എങ്ങനെ യൂസ് ചെയ്യണം കാര്യങ്ങൾ എന്നൊക്കെ പഠിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് ഷോർട്ട് കട്ട്സ് അറിയാം. ഈവൺ ഇൻ അക്കൗണ്ടിങ് എവറിത്തിങ് നമുക്ക് ഒരുപാട് ഷോർട്ട് കട്ട്സ് അറിയാം. പക്ഷെ അവർക്കൊന്നും അത് അത്ര പെട്ടെന്ന് അഡാപ്റ്റഡ് ആവില്ല. അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും ഫേസ് ചെയ്യുന്ന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിക്ക് നമ്മൾ ഓരോന്നും ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ഒരു ഫാമിലി ബിസിനസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. ബട്ട് അതൊന്നും അവർക്ക് അത് എന്താണെന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റാതെ വരുന്ന കുറേ കോൺഫ്ലിക്ട്സ് ഉണ്ട്. സെക്കൻഡ്ലി നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ് ഈ ലോ സാലറി, ഹൈ വർക്കിംഗ് ടൈം, ഹൈ പ്രഷർ. അതായത് നമ്മൾ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഒരുവിധം എല്ലാ പാരൻസ് ആയാലും അവരുടെ മക്കൾക്ക് കൊടുക്കുന്നത് ഒരു ലോ കീ പോസ്റ്റ് ആയിരിക്കും. ബിക്കോസ് ലെറ്റ് ദം ലേൺ ഫ്രം ദെയർ, അതായത് ഏറ്റവും ബേസിൽ നിന്ന് അവർ തുടങ്ങട്ടെ എന്നുള്ളൊരു കാര്യം കൊണ്ട് മാത്രമാണ്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയി പോകും. നമ്മൾ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആയിട്ട് നമ്മൾ തന്നെ ചിന്തിക്കും, ഓക്കെ നമ്മളെങ്കാട്ടിയും ഹൈ സാലറി ഒക്കെ ഉള്ള കീ പോസ്റ്റിലിരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റിലുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് തോന്നും, ഓക്കെ നമ്മൾ ഒന്നുമില്ലെങ്കിലും നമ്മൾ ഫാദറാണ്, പാരൻ്റാണെന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ബട്ട് അത് അവർ ചെയ്യുന്നത് ശരിയാണെന്ന് നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞിട്ട് റിയലൈസ് ചെയ്യും. അപ്പോൾ ഞാൻ അറൗണ്ട് 3 to 4 years എടുത്തു. ആദ്യത്തെ ഫസ്റ്റ് 3 to 4 years ഞാനും ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്, ഈ ലോ സാലറി ഹൈ പ്രഷറിൽ ഞാൻ എന്തിനാണ് അവിടെ നിൽക്കുന്ന കാര്യങ്ങൾ. ബട്ട് ഒരു 3 to 4 years കഴിഞ്ഞപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഈ ഒരു സ്കില്ല് എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റി. ഒന്ന് മണി മാനേജ്മെൻറ്റ്, ഒന്ന് ടൈം മാനേജ്മെൻറ്റ്. ഈ രണ്ട് കാര്യങ്ങളും എനിക്ക് പഠിക്കാൻ പറ്റി എന്നുള്ളത് ഒരു 3 to 4 years കഴിഞ്ഞ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം അതിന് മുമ്പത്തെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തിനാണെന്ന് എനിക്ക് ഒരു ബോധമില്ലായിരുന്നു. ഇങ്ങനെ മൂപ്പര് ഓരോ ടാസ്ക് ന്യൂ ടാസ്ക് അസൈൻ ചെയ്യുന്നു, ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നു, പുതിയ കീ പോസ്റ്റുകൾ തരുന്നു. ഇതൊക്കെ ചെയ്യാന്നല്ലാതെ എൻ്റെ സാലറിയിലൊരു ഹൈക്കോ അല്ലെങ്കിൽ എനിക്ക് വർക്ക് പ്രഷറിനൊരു കുറവോ കിട്ടിയിട്ടില്ല. ബട്ട് അറ്റ് ദ ലാസ്റ്റ് ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് എല്ലാത്തിനെയും കുറിച്ച് അറിയാം. സോ അറ്റ് ദ എൻഡ് ദ റിസൾട്ട് പെർഫെക്റ്റ് ആണ്. കാരണം നമുക്ക് എല്ലാ കീ പോസ്റ്റും നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും. ബട്ട് ആക്ച്വലി ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് തിങ്.